Good evening all. Welcome to Online Science School. KTET. KTET എന്ന ക്വാളിഫിക്കേഷൻ ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മാൻഡേറ്ററി ആയി വേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വൈഡ് സബ്ജക്റ്റാണ്. ബട്ട് പ്രോപ്പറായിട്ട് സിലബസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും KTET ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTET കാറ്റഗറി 3 മെയിൻലി ഇംഗ്ലീഷ് പാർട്ട് 3 syllabus analysis ആണ്. So let's start. Of course, category 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക. പാർട്ട് 1 എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷാണ് നമ്മൾ ചൂസ് ചെയ്യുക. ആൻഡ് പാർട്ട് 3 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അഥവാ നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസാണ്. സോ പാർട്ട് 3യിലേക്ക് കുറിച്ച് 3 നോക്കുകയാണെങ്കിൽ നമുക്ക് 80 ക്വസ്റ്റ്യൻസോളം അതിലുണ്ടാവും. അതിൽ 30 മാർക്സ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ആൻഡ് 50 മാർക്സ് കോണ്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് എന്നാണ്. സോ മെയിൻലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സിലബസ്, പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോണ്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ്. ഓക്കെ, നമുക്ക് ആ സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി ഓഫ്കോഴ്സ് മെയിനായിട്ട് നമുക്ക് 2 ടോപ്പിക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുമെങ്കിലും നമുക്ക് 4 ടോപ്പിക്സ് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ദെൻ കോണ്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ്, ദെൻ വൊക്കാബുലറി ആൻഡ് ഫൈനലി ഗ്രാമർ. ഇത്രയും ഏരിയാസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, നമുക്ക് ഇനി സിലബസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ വി ഹാവ് ഇസ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 30 മാർക്സ് അതിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ജനറൽ വ്യൂ നമുക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലാംഗ്വേജ് എന്താണ്? ഓഫ് കോഴ്സ് വി ആൾ നോ ദാറ്റ് ഇറ്റ്സ് എ മീഡിയം ത്രൂ വിച്ച് വൺ എക്സ്പ്രസ്സസ് വൺസ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. റൈറ്റ് അല്ലേ? ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്, അതിലൂടെ നമ്മുടെ ഐഡിയാസും തോട്ട്സും ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ? ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നാച്ചുറലായിട്ട് ഒരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് ഒന്നും കൂടാതെ നാച്ചുറലായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന പ്രോസസ്സിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുക. സോ അതെന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് അല്ല, വേറസ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. നമ്മളൊരു സിസ്റ്റമാറ്റിക് വേയിൽ ലാംഗ്വേജ് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് ഓരോ ക്ലാസ്സസിലും ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. അതിൽ നമ്മൾ വേരിയസ് പ്രിൻസിപ്പൾസ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പൾസ് ഉണ്ട്, സൈക്കോളജിക്കൽ പ്രിൻസിപ്പൾസ് ഉണ്ട്, ദെൻ വി ഹാവ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർഡ്നെസ് ആൻഡ് സോ ഓൺ. കുറേ പ്രിൻസിപ്പൾസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 4 ലാംഗ്വേജ് സ്കിൽസ് ഏതാണ് ബേസിക്കായിട്ട്? യെസ്, LSRW, that is listening, speaking, reading and writing. ഈ 4 ലാംഗ്വേജ് സ്കിൽസും ഡെവലപ്പ് ചെയ്യാനായിട്ട് പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ഗെയിംസ് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ സ്റ്റോറി റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, റോൾ പ്ലേസ് ആൻഡ് സോ ഓൺ. സോ പല ആക്ടിവിറ്റീസ് ഓരോ ലാംഗ്വേജ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രോസസ് അപ്രോച്ച്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആൻഡ് ലേണർ ഓട്ടോണമി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നൗഡേയ്സ് നമ്മുടെ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് ലേണർ സെൻറ്റേഡ് ക്ലാസ് റൂംസ് ആണ്. സോ ലേണേഴ്സിൻ്റെ ഓട്ടോണമിക്കാണ് ഇമ്പോർട്ടൻസ്. മോർ ദാൻ ടീച്ചർ സെൻറ്റേഡിൽ നിന്ന് മാറി ലേണർ സെൻറ്റേഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ലേണർ സെൻറ്റേഡ് ആകുമ്പോഴും ക്ലാസ് റൂംസിന് എന്താ മാറ്റം വരിക? ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് ക്ലാസ് റൂംസിൽ നടക്കുക. സോ നെക്സ്റ്റ് വൺ, teaching prose, poetry, drama and other discourses. Then we have methods of teaching English. Yes, teaching prose, poetry, drama and other discourses. ഇവിടെ what is prose, what is poetry, drama ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോന്നിൻ്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. Then what are the methods of teaching English? Mainly 3 methods ആണുള്ളത്: grammar translation method, bilingual method, direct method. Then next topic, addressing learning difficulties and dealing with language disorders. നമുക്കറിയാം ഏതൊക്കെയാണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ദെൻ വി ഹാവ് ഡിസ്പ്രോക്സിയ ആൻഡ് സോ ഓൺ. സോ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു സ്റ്റുഡൻറ്റിന് റീഡിങ്ങിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ട്, എന്നിട്ട് താഴെ 4 ഓപ്ഷൻ തന്നിട്ട് ഓക്കെ ഇതെന്ത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡിസ്ലെക്സിയ. സോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക.
സോ ഈ പറയുന്ന പോർഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അത് പിന്നെ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ ഓവർകം ചെയ്യാം, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് മെയിൻലി പെഡഗോജിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ. സിലബസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാംഗ്വേജ് അക്വിസിഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ പ്രിൻസിപ്പൾസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഫോർ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ആക്ടിവിറ്റീസ് നൽകി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ പ്രോസ് എന്താണ്, പോയട്രി, ഡ്രാമ. ദെൻ 3 ടൈപ്പ് ഓഫ് മെയിൻലി മെത്തേഡ്സ് ഉണ്ട്. ദെൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ദെൻ ഓൾസോ ഹൗ ക്യാൻ വി ഓവർകം ഓർ ഹൗ ക്യാൻ വി ഡീൽ ദി ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. സോ ഇത്രയും ഏരിയാസിൽ നിന്ന് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് കോണ്ടൻറ്റ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ്. ഈ പറയുന്ന പോർഷനിൽ നിന്നാണ് 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Okay, first one, objectives of teaching English, then principles and methods of English language teaching. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, ദെൻ പ്രിൻസിപ്പൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെയൊക്കെ തന്നെ. മെത്തേഡ്സ് എന്താണ്, നമ്മൾ മെയിൻലി 3 പറഞ്ഞു. ബൈലിംഗ്വൽ മെത്തേഡ്, ഡിറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് ഓരോ ക്ലാസ്സിലും നോക്കാം. ദെൻ നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, എസോയിസ് അപ്രോച്ച്. ഈ പറയുന്നത് 2 അപ്രോച്ചസ് ആണ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ടുള്ള അപ്രോച്ചാണ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ്, നെയിം പറയുന്ന പോലെ തന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഇൻട്രാക്ഷനിലൂടെ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എസോയിസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഓറൽ അപ്രോച്ച്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബൈലിംഗ്വൽ മെത്തേഡ്. അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, ഒരു ടീച്ചിങ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ്. ബൈലിംഗ്വൽ എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ്, ബൈ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് 2 എന്നാണ് മീനിങ് എന്ന് പറയും. സോ 2 ലിംഗ്വൽ മീൻസ് ലാംഗ്വേജ്, 2 ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ട് നോക്കുന്നു. സോ അവിടെ ഉദ്ദേശിക്കുന്നത് മദർ ടങ്ങും നമ്മൾ ഏത് ലാംഗ്വേജാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത് ടാർഗറ്റ് ലാംഗ്വേജും യൂസ് ചെയ്ത് ലാംഗ്വേജ് പഠിക്കുന്നു. Then next we have the topic humanistic approaches. Humanistic approaches എന്ന് പറയുമ്പം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സജസ്റ്റോപീഡിയ, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ദെൻ ദ സൈലൻറ്റ് വേ, ദെൻ വി ഹാവ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ്. സോ ഇതൊക്കെയാണ് മെയിൻലി ഇതിനകത്ത് വരിക. സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ട് ഇതിലേതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന് സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, നെക്സ്റ്റ് ലേണർ അസസ്മെൻറ്റ്, CGE. ലേണർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ലേണേഴ്സിൻ്റെ പ്രോഗ്രസ് അസസ് ചെയ്യാനായിട്ടുള്ളൊരു ഇതാണ്. സോ CGE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ലിറ്ററേച്ചർ പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഏർലി ലിറ്ററേച്ചർ, ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, ദെൻ ലൈറ്റർ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ചോസർ ആൻഡ് ഹിസ് കോണ്ടംപററീസ്, അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ചോസർ ആൻഡ് ഹിസ് കോണ്ടംപററീസ് ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോണ്ടംപററീസ്? വില്യം ലാംഗ്ലാൻഡ് ഉണ്ട്, ഗോവർ. ദെൻ മെയിൻലി അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രയൽസ് ഇൻ ക്രിസിഡ, ദെൻ പാർലമെൻറ്റ് ഓഫ് പൗൾസ്, കാൻറ്റർബറി ടെയിൽസ് ഉണ്ട്. കാൻറ്റർബറി ടെയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയത്തിൻ്റെ ഒരു കളക്ഷനാണ്. അതെന്ന് പറയുന്നത് കുറച്ച് പിലിഗ്രിംസ് ചേർന്ന് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈൻ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നമുക്ക്. Then the Renaissance, Elizabethan prose, drama previous to Shakespeare and the later dramatists. Okay, next we have the Renaissance age. Renaissance age എന്ന് പറയുന്നത് of course as we all know it's Elizabethan age ആണ് അല്ലേ. ക്യൂൻ എലിസബത്ത് റെയിൻ ചെയ്തിരുന്ന ടൈം. ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത് of course നമുക്കറിയാവുന്ന കാര്യമാണ്. ക്യൂൻ എലിസബത്ത് വാസ് നോട്ട് മാരീഡ്, സോ ഷീ ഈസ് നോൺ ആസ് ദ വെർജിൻ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വെർജിൻ ക്യൂൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പീരീഡ് എന്ന് അറിയപ്പെടുന്നത് ഇറ്റ്സ് എ ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗോൾഡൻ ഏജ് എന്നാണ് ആ ഒരു എലിസബത്തിൻ്റെ ഏജ് അറിയപ്പെട്ടിരുന്നത്. സോ ആ ഒരു ടൈമിൽ ഓഫ് കോഴ്സ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷേക്സ്പിയർ ആണ്. അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 39 പ്ലേസോളം എഴുതിയിട്ടുണ്ട്. 159 സോണറ്റ്സ് ഉണ്ട്. ദെൻ 2 ലോങ് നാരറ്റീവ് പോയിംസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സ്. സോ ഷേക്സ്പിയറിൻ്റെ ഇതിൽ നിന്നൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു പോർഷനിൽ നിന്ന് പറയുകയാണെങ്കിൽ മേ ബി ഓരോ ക്യാരക്ടറൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏത് വർക്കിൽ നിന്നാണ് ആ ക്യാരക്ടറിന് കണ്ടുപിടിക്കാനായിട്ട് പറയും.
ദെൻ ഒരു കൊട്ടേഷൻ തന്നിട്ട് അത് ഏത് ഡ്രാമയിൽ നിന്നാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോണറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പോയട്രി ഫ്രം സ്പെൻസർ ടു ദ റെസ്റ്റോറേഷൻ പോയട്രി, ഡ്രാമ ആൻഡ് പ്രോസ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പോയട്രി ഫ്രം സ്പെൻസർ ടു ദ റെസ്റ്റോറേഷൻ. സ്പെൻസർ എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസറിൻ്റെ വെരി ഫേമസ് വർക്കാണ് ദ ഫെയറി ക്യൂൻ. Then we have the Restoration Age. Restoration Age എന്ന് അറിയപ്പെടുന്നത് ഇറ്റ്സ് ഏജ് ഓഫ് ജോൺ ട്രൈഡൻ്റെ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ടൈമിലുണ്ടായിരുന്ന പോയട്രി എന്ന് പറയുന്നത് മെയിൻലി 3 ടൈപ്സ് ആണ്. ലിറിക് പോയട്രി ഉണ്ട്, നാരറ്റീവ് പോയട്രി ഉണ്ട്, ആൻഡ് ഓൾസോ ഓഡ്സും സട്ടിയേഴ്സും ഉണ്ട്. ഓഡ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ഡ്രൈഡൻ ആണ് ആ ഒരു ടൈമിൽ മെയിൻ റൈറ്റർ. അദ്ദേഹം മെയിൻലി പോയട്രി, ഡ്രാമ, പ്രോസ് ഈ 3 ഐറ്റംസും എഴുതിയിരുന്നു. ദെൻ മറ്റു റൈറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വില്യം കോൺക്രീവ് ഉണ്ട്, വില്യം ഷേർലി ഉണ്ട്, ജോൺ ബനിയൻ, ഇവരൊക്കെ ആ ഒരു ടൈമിലെ റൈറ്റേഴ്സാണ്. ദെൻ വി ഹാവ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒഗസ്റ്റിൻ നോവൽ പ്രോസ്. ഓക്കെ, ഇത് ഒഗസ്റ്റിൻ ഏജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എൻലൈറ്റൻമെൻറ്റ് ഏജ് ആണ്. ആ ഒരു ടൈമിലെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജോൺ ലോക്ക്. പിന്നെ ആ ഒരു ഏജ് അറിയപ്പെട്ടിരുന്നത് ഏജ് ഓഫ് പോപ്പ് എന്നാണ്. സോ ആ ഒരു ടൈമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പാണ്. അലക്സാണ്ടർ പോപ്പ് അദ്ദേഹത്തിൻ്റെ സറ്റേഴ്സാണ് കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്, അതിൽ ഫേമസ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വെരി ഫേമസ് വർക്കാണ് ദ റേപ്പ് ഓഫ് ദി ലോഗ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അനദർ റൈറ്ററാണ് ജൊനാഥൻ സ്വിഫ്റ്റ്. ദെൻ നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ആ ഒരു ടൈമിലെ നോവലായിരുന്നു ഡാനിയൽ ഡിഫോസ് റോബിൻസൺ ക്രൂസോ. ദെൻ അടുത്തൊരു നോവൽ നമുക്ക് പറയാൻ പറ്റുക സാമുവൽ റിച്ചാർഡ്സൺസ് പമേലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എപ്പിസ്റ്റോളറി നോവൽ ആ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ട്, എപ്പിസ്റ്റോളറി മീൻസ് ലെറ്റേഴ്സിൻ്റെ ഫോമിൽ എഴുതിയിരിക്കുന്ന നോവൽ ഏതാ, പമീലയാണത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റൈറ്റേഴ്സ് ഓഫ് ദി 18th century, the romantic movement. Then early 19th century, the novel into later 18th century and early 19th century. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം റൊമാൻറ്റിക് ഏജാണ്. ഈ റൊമാൻറ്റിക് ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നേച്ചറിനായിരുന്നു എംഫസൈസ് കൊടുത്തിരുന്നത്. ഈ റൊമാൻറ്റിക് പോയറ്റ്സ് ദേ ആക്ച്വലി ഐഡലൈസ്ഡ് റൂറൽ ലൈഫ്, നേച്ചറിന് എംഫസൈസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഇമാജിനേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത റൈറ്റേഴ്സായിരുന്നു റൊമാൻറ്റിക് പോയറ്റ്സ്. സോ ആ ഒരു ടൈമിലെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത് ഉണ്ട്, കോൾറിഡ്ജ് ഉണ്ട്. ദെൻ അവരുടെ പബ്ലിക്കേഷനാണ് ലിറിക്കൽ ബല്ലാഡ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആ ഒരു ടൈമിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ബൈറൺ, ഷെല്ലി. ദെൻ ഷെല്ലിയുടെയൊക്കെ ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കീറ്റ്സിൻ്റെ ഔട്ട് വാട്ടർമെൻ, ടു എ സ്കൈലാർക്ക്, ഓർഡൻ ഗ്രേഷനേൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റേഴ്സ് ആ ഒരു ടൈമിലെ നോവലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജെയിൻ ഓസ്റ്റൻ, വിമൻ റൈറ്ററാണ്. ഷീസ് ഫീമെയിൽ റൈറ്റർ. ദെൻ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് പ്രൈഡ് ആൻഡ് പ്രിജുഡീസ്. ദെൻ നോർത്ത് ആങ്കർ ആബി ഉണ്ട്. ദെൻ സർ വാൾട്ടർ സ്കോട്ട് ഉണ്ട്. ദെൻ മേരി ഷെല്ലിയുടെ ഒരു വെരി ഫേമസ് സയൻസ് ഫിക്ഷൻ ഉണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ. സോ അവരാണ് മെയിനായിട്ട് ആ ഒരു ടൈമിലെ റൈറ്റേഴ്സ്. പിന്നെ അതിലെ പ്രോസ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ചാൾസ് ലാമിൻ്റെ എസേസ് ഓഫ് ഇലിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എസേസിൻ്റെ കളക്ഷനാണ്. അത് 2 വോളിയംസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഈ എസേസ് ഓഫ് ഇലിയ ആരാണ് എഴുതിയെന്ന് ചോദിച്ചിട്ട്. ദെൻ നെക്സ്റ്റ് വി ഹാവ് വിക്ടോറിയൻ പോയട്രി, നോവൽ, ഡ്രാമ. സോ ആ ഒരു ടൈമിൽ വിക്ടോറിയൻ ഏജിൽ ആ ഒരു തീംസ് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് തീംസ് ആയിരുന്നു അവർ പോർട്രേ ചെയ്തിരുന്നത്. മെയിനായിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഏജ് ഓഫ് ടെന്നിസൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മെയിനായിട്ടുള്ള റൈറ്റേഴ്സ് ആൽബർട്ട് ലോർഡ് ടെന്നിസൺ, ദെൻ റോബർട്ട് ബ്രൗണിങ്, ദെൻ വി ഹാവ് എലിസബത്ത് ബാരറ്റ് ആൻഡ് ഓഫ് കോഴ്സ് മാത്യു അർണോൾഡ്. ഇവരൊക്കെയാണ് ഫേമസ് റൈറ്റേഴ്സ്. ഓക്കെ, ഈ ഓരോ ഏജിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നോക്കാം. നെക്സ്റ്റ് 20th century literature, major themes in modern and postmodern literature, feminist literature, major Indian writers in English. Okay, 20th century literature എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോഡേണിസം, പോസ്റ്റ് മോഡേണിസം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിലെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് തോമസ് ഹാർഡി, ജോസഫ് കോൺറാഡ്, രുദ്രാദ് കിപ്ലിംഗ്, ജെയിംസ് ജോയ്സ് ആൻഡ് ഓഫ് കോഴ്സ് ദ വെരി ഫേമസ് T.S. Eliot ഉണ്ട്. T.S. Eliotൻ്റെ വേസ്റ്റ്ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്.
ദെൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വിർജീനിയ വൂൾഫ് ഉണ്ട്. വിർജീനിയ വൂൾഫാണ് ആ ഒരു ടൈമിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫീച്ചർ കൊണ്ടുവന്നത്, അതായത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് മെത്തേഡ് കൊണ്ടുവന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മുടെ പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സിൽ വരെ സാമുവൽ ബെക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അദ്ദേഹമാണ് അപ്സൈഡ് പ്ലേസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കമലാദാസ് ഉണ്ട്, ഗിരീഷ് കർണാട് ഉണ്ട്. ഇവരുടെയൊക്കെ കമലാദാസിൻ്റെയൊക്കെ പോയംസ് വന്നിട്ട് ഇതാരാണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗിരീഷ് കർണാടിനെയും ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ് അതും. നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് പഠിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഫിലിം സ്റ്റഡീസ് എന്താണ്, മീഡിയ സ്റ്റഡീസ് എന്താണ്, അതിൻ്റെ ബേസിക് ഐഡിയ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് വി ഹാവ് ഫൊണറ്റിക്സ്, ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫിനോളജി, മോർഫോളജി, ഫ്രേസ് സ്ട്രക്ചർ, ഗ്രാമർ. ദാറ്റ് ഈസ് ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള പഠനവും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്, അല്ലേ? ഈ കേട്ടിട്ടിൽ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ ചില കോൺസണൻറ്റ് സൗണ്ട്സ് തന്നിട്ട് അത് ഏത് സൗണ്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ലൈക്ക് ബൈലാബിയൽ സൗണ്ട് ആണോ, അത് പ്ലോസീവ് സൗണ്ട് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ വോവൽ സൗണ്ട് വന്നിട്ട് അതൊരു ഓപ്പൺ വോവലാണോ ക്ലോസ് വോവലാണോ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ വേറെ ചോദിച്ച് കണ്ടിരിക്കുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ടിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഫോണീംസ്. ഓക്കെ, ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫൈനലി ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, ആ ഒരു 2 പോർഷൻ വരുന്നുണ്ട്. ഹിയർ ഗ്രാമർ എന്ന് പറയുമ്പോൾ മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ് ഉണ്ട്. അതിൽ ടെൻസ് ആൻഡ് ആസ്പെക്ട്സ്, വേർഡ് ക്ലാസസ്, കോൺകോർഡ്, സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ, റിപ്പോർട്ടിംഗ്, പാസിവൈസേഷൻ. ഓക്കെ, ടെൻസസ്, വേരിയസ് ടെൻസസിനെ കുറിച്ച് പഠിക്കാം. വേർഡ് ക്ലാസസ് എന്ന് പറയുമ്പോൾ വേർബ്, നൗൺസ്, അഡ്ജക്റ്റീവ്സ്, അഡ്വർബ്സ്, കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻസ്. ദെൻ വി ഹാവ് കൺകോർഡ്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ വി ഹാവ് റിപ്പോർട്ടിംഗ്, ഓക്കെ, റിപ്പോർട്ട് സ്പീച്ചിലേക്ക് എങ്ങനെയാക്കാം. ദെൻ പാസിവൈസേഷൻ, അതായത് സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. സോ കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ആൻഡ് ഫൈനലി വി ഹാവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. സോ ഇതാണ് നമ്മുടെ സിലബസ്. സോ പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും കോണ്ടൻറ്റ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, ഗ്രാമർ ഉണ്ട്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് സിലബസിൽ വരിക. ആദ്യം പെഡഗോജിയിൽ നിന്ന് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ, അതിൽ നിന്നും കോണ്ടൻറ്റ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് എന്നുള്ളത് 50 മാർക്സിനുള്ളതാണ്. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻ എന്ന് പറയാനായിട്ട് വിക്ടോറിയൻ പോയറ്റ്സ്, റൊമാൻറ്റിക് പോയറ്റ്സ്, എലിസബത്തൻ പോയറ്റ്സ് ഉണ്ട്. ദെൻ ചോസർ, ആ ഏരിയയിൽ നിന്ന് വരാറുണ്ട്, ഷേക്സ്പിയർ, then feminist writers and also metaphysical poetry. ഇതൊക്കെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സിലബസ് അനാലിസിസ്. നമ്മളെല്ലാവരും പ്രോപ്പറായിട്ട് സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കെല്ലാവർക്കും കേട്ടിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.